പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. കൊൽക്കത്ത ആർജികർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടർ കൊല്ലപ്പെട്ട കേസിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI അറസ്റ്റ് ചെയ്തു. തെളിവ് നശിപ്പിക്കലടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി നൽകും ഡൽഹിയിൽ നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങൾ. ബൽറാം, മുൻ പ്രിൻസിപ്പൽ അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ടാണോ അറസ്റ്റിലായത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രജിൻ പ്രവിത, കൊൽക്കത്ത ആർജികോർ മെഡിക്കൽ കോളേജിൽ വനിതാ ജൂനിയർ ഡോക്ടർ ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിലാണ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേസ് CBI ഏറ്റെടുത്ത് ഇന്നേക്ക് 1 മാസം പൂർത്തിയാകുകയാണ്. ഈ ഘട്ടത്തിലാണ് പ്രിൻസിപ്പലിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നത്. പ്രിൻസിപ്പലിനൊപ്പം തന്നെ ഈ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന താല പോലീസ് സ്റ്റേഷനിലെ SHOയെയും CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഭിജിത്ത് മൊണ്ടൽ ാണ് അറസ്റ്റിലായിരിക്കുന്നത്. അന്വേഷണം വഴിതെറ്റിക്കൽ, തെളിവ് നശിപ്പിക്കൽ, FIR വൈകിപ്പിക്കൽ, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് ഇരുവർക്കും എതിരെ CBI ചുമത്തിയിരിക്കുന്നത്. ഈ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ അന്വേഷണം വഴിതെറ്റിക്കാനും തെളിവുകൾ നശിപ്പിക്കാനുമുള്ള ശ്രമമുണ്ടായി എന്ന് സഹപാഠികൾ ആരോപിച്ചിരുന്നു. ഇക്കാര്യം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടന്നു വരുന്നത്. ഈ ഒരു കേസ്, ഈ കൃത്യങ്ങളിൽ തന്നെയാണ് SHOയും മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷും അറസ്റ്റിലായിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇരുവരെയും നാളെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കും. അതേസമയം മെഡിക്കൽ കോളേജിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട CBI രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസിൽ സന്ദീപ് ഘോഷിനെ നേരത്തെ CBI അറസ്റ്റ് ചെയ്തിരുന്നു. ആ കേസിൽ ഇപ്പോൾ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്നതിനിടെയാണ് സന്ദീപ് ഘോഷിനെ ഈ ബലാത്സംഗ കൊലപാതക കേസിൽ കൂടി CBI അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.